എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണ പുരോഗതി ഗൂഗിൾ എർത്തിൻ്റെ സഹായത്തോടുകൂടി വിശകലനം ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്തിനടുത്തുള്ള ആഴംകോണത്ത് നിന്നും ആരംഭിച്ച് മാമം വരെയുള്ള ആറ്റിങ്ങൽ ബൈപ്പാസ് എന്നറിയപ്പെടുന്ന NH-66 11.15 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. ആറ്റിങ്ങൽ ടൗണിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ബൈപ്പാസ് നിർമ്മിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആഴംകോണം ഭാഗമാണ്. ഇവിടെ ഒരു ഓവർ പാസ്സാണ് നിർമ്മിക്കുന്നത്. മുകളിലൂടെ മണമ്പൂർ റോഡാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡ് താഴെ കൂടിയും. ഓവർപാസ് നിർമ്മിക്കുന്നതിനാവശ്യമായ ഗർഡറുകളുടെ കാസ്റ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. ഇവിടെ സർവീസ് റോഡ് ഉയർന്നാണ് പോകുന്നത്. ഉറപ്പില്ലാത്ത മണ്ണായതിനാൽ തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗം മഴയിൽ ഇടിയുകയും യാത്രായോഗ്യമല്ലാതായി തീരുകയും ചെയ്തു. അതിനാൽ ഇവിടെ കോൺക്രീറ്റ് റീറ്റൈനിങ് വാളുകൾ സ്ഥാപിച്ച് സർവീസ് റോഡ് പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ആഴംകോണം കഴിഞ്ഞ് 1 കിലോമീറ്റർ മുന്നോട്ടെത്തുമ്പോൾ തന്നെ ആദ്യത്തെ അണ്ടർപാസ് കാണാം. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും ഫസ്റ്റ് ലെയർ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കരവാരത്ത് നിന്നും മണമ്പൂരിലേക്ക് പോകുന്ന ചെറിയ റോഡാണ് അണ്ടർപാസിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നത്. ആദ്യത്തെ അണ്ടർപാസ് കഴിഞ്ഞ് 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ അണ്ടർപാസ് കാണാം. ഈ അണ്ടർപാസിന് അടിയിലൂടെ കടന്നു പോകുന്നത് ചാത്തമ്പാറ മണമ്പൂർ റോഡാണ്. മണമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം സമീപത്തായി കാണാം. ഇവിടുത്തെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്നും വീണ്ടും 1/2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ MLA പാലത്തിനടുത്ത് നിർമ്മിക്കുന്ന മൂന്നാമത്തെ അണ്ടർപാസ് കാണാം. ആലങ്കോട് കടക്കാവൂർ റോഡിലെ തൊട്ടിക്കല്ലിൽ നിന്നും മണമ്പൂരിലേക്ക് പോകുന്ന റോഡാണ് ഈ അണ്ടർപാസിലൂടെ കടന്നു പോകുന്നത്. ബസ് റൂട്ട് ആയതിനാൽ തന്നെ വലിയ അണ്ടർപാസാണിത്. ഈ റോഡും മണമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് മുന്നിൽ കൂടി തന്നെയാണ് പോകുന്നത്. ആഴംകോണത്ത് നിന്നും MLA പാലം വരെയുള്ള ഭാഗങ്ങൾ വയൽ പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് പാലാങ്കോണത്തേക്കാണ്. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ഉയർന്ന പ്രദേശമാണ്. പാലങ്കോണം ജംഗ്ഷനിൽ ഒരു ഓവർപാസ് ആണ് വരുന്നത്. ആലങ്കോട് കടക്കാവൂർ റോഡാണ് മുകളിലൂടെ പോകുന്നത്. താഴെ മെയിൻ ഹൈവേയും. പാലങ്കോണം ജംഗ്ഷനിൽ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഈ കാണുന്ന വലിയ കുന്നിൻ്റെ സമീപത്തു കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. ഒട്ടും ഉറപ്പില്ലാത്ത മണ്ണായതിനാൽ കുന്നിൻ്റെ മുകൾ ഭാഗത്ത് അപകടാവസ്ഥയിലുണ്ടായിരുന്ന വീടിപ്പോൾ പൂർണ്ണമായും ഇടിച്ചു മാറ്റിയിട്ടുണ്ട്. സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശമായിട്ട് പോലും കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണിരുന്നു. ഈ മണ്ണ്
പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയുള്ളൂ. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് മൂന്നാമത്തെ ഓവർപാസ് നിർമ്മിക്കുന്ന കുടവൂർ കോണം ഭാഗത്തേക്കാണ്. ഇവിടെ സോയിൽ നെയിലിങ്ങും എർത്ത് വർക്കും നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിലേക്കാണ് പോകുന്നത്. ഇവിടെയും എർത്ത് വർക്ക് പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ പാറ പൊട്ടിക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. ഈ കാണുന്നത് വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ ഭാഗമാണ്. ഗർഡറുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന പാലം ഈ കഴിഞ്ഞ മഴയിൽ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെറിയൊരു അണ്ടർപാസ് കാണാം. അവിടെയും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കാൽനടക്കാർക്കും ചെറിയ വാഹനങ്ങൾക്കും കടന്നു പോകാനുള്ള അണ്ടർപാസാണിത്. ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ നിന്ന് വരുന്ന റോഡാണ് കടന്നു പോകുന്നത്. ഇടയവനം ക്ഷേത്രം ഇതിനടുത്താണ്. ഇവിടെ നിന്നും കുറച്ചു ദൂരം മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് കൊല്ലമ്പുഴ അണ്ടർപാസ് ആണ്. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ മണനാക്ക് റോഡാണ് അടിയിലൂടെ കടന്നു പോകുന്നത്. വലിയൊരു അണ്ടർപാസാണ് ഇവിടെ നിർമ്മിക്കുന്നത്. തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഇപ്പോഴുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റുമായി ചെറിയ റോഡുകളുണ്ട്. ഇവിടെ 2 അണ്ടർപാസുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ടമായി ഡൈവേർഷൻ റോഡുകളും ചെയ്തിട്ടുള്ളതായി കാണാം. ക്ഷേത്രത്തിനോട് ചേർന്നാണ് റോഡ് കടന്നു പോകുന്നത്. ഇവിടെ നിന്നും നേരെ രാമച്ചംവിള ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും ഇടവിട്ടുള്ള ഭാഗങ്ങളിൽ മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും വർക്കുകൾ നടന്നിട്ടുണ്ട്. രാമച്ചംവിളയിലും ഓവർപാസാണ് നിർമ്മിക്കുന്നത്. 4ാമത്തെ ഓവർപാസാണിത്. ചിറയിൻകീഴ് ആറ്റിങ്ങൽ റോഡാണ് മുകളിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ ഓവർപാസിന് ആവശ്യമായുള്ള ഗഡറുകൾ കാസ്റ്റ് ചെയ്തു വച്ചിരിക്കുന്നതായി കാണാം. കൂടാതെ സോയിൽ നെയിലിങ്ങും നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് കുറച്ച് ഭാഗത്ത് ടാറിംഗ് വർക്കുകളും നടക്കുന്നുണ്ട്. ഇവിടെ മുതൽ മാമം വരെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മെറ്റീരിയൽ ഡംപിംഗ് യാർഡായിട്ടും കോൺക്രീറ്റ് ടാർ മിക്സിംഗ് പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് മാമം നദിയാണ്. ഇതിനു കുറുകെ 6 വരി പുതിയ പാലം നിർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ 2 പാലങ്ങൾ കാണാം. ആദ്യത്തേത് NH-70 പഴയ പാലവും രണ്ടാമത്തേത് ഇപ്പോഴത്തെ NH-66 പാലവുമാണ്.
പുതിയ പാലം മണ്ണിട്ട് നികത്തിയ ഭാഗത്താണ് വരുന്നത്. ഇവിടെ നിന്ന് നേരെ പോയി മെയിൻ റോഡിൽ കണക്റ്റ് ആവും. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗൂഗിൾ മാപ്പിലും ലഭ്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.